Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khanis, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നക്സൽബാരി ആക്രമണത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറും ചില പോലീസുകാരും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. നക്സൽ നേതാവ് ഷാഹു മജുംദാറിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഓനെ ഞാൻ കൊന്നു.
കാഞ്ചനമാല, എന്താ പ്രാർത്ഥനയ്ക്ക് പോവാത്തെ? തന്നോടാ ചോദിച്ചത്, എന്താ പ്രാർത്ഥനയ്ക്ക് പോവാത്തേന്ന്. ഇനി മുതൽ ഞാൻ പ്രാർത്ഥനാ ഹാളിലേക്കില്ല. ധിക്കാരം പറയുന്നു. മുഴുവൻ സ്റ്റുഡൻസും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ തനിക്ക് മാത്രം എന്താ? ഈ സമത്വവും തുല്യതയൊക്കെ ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രം മതിയോ? അന്തിപ്രാർത്ഥനയ്ക്ക് ഒരേ മനസ്സോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരും മെസ്സിലേക്ക് പോകുന്നത് വെവ്വേറെ ഭക്ഷണം കഴിക്കാനാ. കാശുള്ള വീട്ടിലെ കുട്ടികൾക്ക് A ക്ലാസ് ഭക്ഷണം, കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലോ B ക്ലാസ് ഭക്ഷണം. ദേ ഈ മെറീന, ഇവിടെ ഈ കോൺവെന്റിലെ മെസ്സിൽ C ക്ലാസ്. പാവപ്പെട്ട കത്തോലിക്ക കുട്ടികൾക്ക് വേണ്ടി സഭ ഏർപ്പെടുത്തിയതാ C ക്ലാസ്. അപ്പൊ പിന്നെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ കത്തോലിക്കരായാലോ? സ്റ്റോപ്പ് ഇറ്റ് കാഞ്ചന. യു ലീല, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കാഞ്ചന പറയണേലും കാര്യമുണ്ട് സിസ്റ്റർ. ഒരുമിച്ചിരുന്ന് 3 തരം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡിസംബർ വെക്കേഷൻ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ സഭയ്ക്ക് മാനക്കേടുണ്ടാവുന്ന തീരുമാനങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മറക്കണ്ട കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി വരട്ടെ, എന്നിട്ടാവാൻ ബാക്കി. ഇന്നത്തെ രാത്രി പട്ടിണി എടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? നീ പറഞ്ഞ ഞങ്ങൾ എന്തും ചെയ്യും. കർത്താവായ ഈശോ മിശിഹായെ, അത്ഭുതങ്ങളുടെ തമ്പുരാനെ, ഇന്ന് ഞങ്ങളുടെ ആമാശയങ്ങളിൽ പച്ചവെള്ളത്തെ ചിക്കനും ചപ്പാത്തിയുമായി രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ. കച്ചേരിക്കാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉത്സവം കെങ്കേമായിട്ടുണ്ടല്ലോ മാധവ. കൊറ്റാട്ടിൽ ഭഗവതിന്റെ കാര്യല്ലേ, ഒരു കുറവും വരുത്താൻ പറ്റില്ലല്ലോ. കൊറ്റാട്ടിലെ ഉത്സവം ഇവിടെ മുക്കത്തിന്റെയും കൂടി ഉത്സവല്ലേ, മോശാക്കാൻ പറ്റുമോ? രാമേന്ദ്ര അയ്യന്റെ പുത്രനെ എവിടെയെങ്കിലും കണ്ടിനാ? ഓനി തേടിയാ പോയി കിടക്കുന്നത്.
ഈയിടെ എന്തെടുക്കുക? അത് അല്ല, ഞാൻ രാമേട്ടനേടെ ഞാൻ ഓനെ നോക്കി വന്നാ. ഓൻ അമ്പലത്തിലല്ലേ നിലവറ ഇന്ന് ചങ്ങലോട്ടോടുത്ത് ഉമ്മർത്ത് വെക്കണം. പണിക്കാരെ കേട്ട് ശരിയാവൂല. ഈ വാ. എടാ വരാൻ. നമസ്കാരം. ഞാൻ വൈകിട്ടൊന്നുമില്ലല്ലോ. ഇല്ല വരി. കൊല്ല ഈട വരുമ്പോ കിട്ടുന്ന ഒരു അനുഗ്രഹം എന്റെ ഒരു ശക്തി. നിങ്ങളിത് വെറുതെ പരസ്യമായി പറഞ്ഞു നടക്കണ്ട. സുൽത്താനാണെന്നും നിങ്ങളുടെ കൂട്ടർ നോക്കൂല. നല്ല മനസ്സുമായി തേടി വരുന്നവരെ എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കും. ദൈവങ്ങൾക്ക് എന്ത് ജാതിയും മതവും മാധവ. കൊയ്യാനും മെതിക്കാനും ഉണ്ടായിട്ട് എന്താ കാര്യം മാധവ? ഒരേല് നല്ല മക്കൾ വേണം. അനക്കാ നസീബുണ്ട്. കണ്ടില്ലേ, 6 നക്ഷത്രങ്ങളല്ലേ ആ നിൽക്കുന്നത്. ഏതാ എന്റെ ഡോക്ടർ ഭാഗം പഠിക്കാൻ പോണ മോള്? ദാ നിൽക്കുന്നോള് ലിറ്റിൽ ഫ്ലവറിലാ. കുറച്ച് കുറുമ്പുണ്ടെങ്കിലും നല്ലോണം പഠിക്കും. നമ്മളെ നാട്ടിലും നല്ലൊരു ഡോക്ടറൊക്കെ വേണ്ട സാഹിബേ അല്ലേ? അത് വേണം. മാധവന്റെ കുട്ടികൾ പഠിച്ച് ഡോക്ടറും വക്കീലും ഒക്കെ ആകും. ഇക്കാലത്ത് പഠിപ്പാ ഏറ്റവും വലിയ സമ്പത്ത്. അല്ല, മൊയ്തീൻ എങ്ങോട്ട് കണ്ടില്ലല്ലോ. ഓനുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ ഫോട്ടോ എടുക്കായിരുന്നു. ഞാനീടെ ഉണ്ടാവുമെന്ന് ഓനറിയാം. ഇന്ത്യ എന്നാൽ ഇന്നരയല്ല. ആ മുദ്രാവാക്യം ഒരു ഏകാധിപതിയുടേതാണ്. സ്വാതന്ത്ര്യം കിട്ടി 1/4 നൂറ്റാണ്ടായിട്ടും അരിയും തുണിയും മണിയുമില്ലാത്ത ദരിദ്ര നാരായണന്മാരുടെ എണ്ണം പെരുകി വരുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? ഇതാ നമ്മൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഇന്ത്യ. നമ്മൾ സോഷ്യലിസ്റ്റുകള് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കേണ്ട മുദ്രാവാക്യം ജനാധിപത്യത്തിൻ്റെതാണ്, സമത്വത്തിൻ്റെതാണ്. ഇമ്മള് കോൺഗ്രസ്സാ. മരിക്കും വരെ ഗാന്ധിജി കാട്ടി തന്ന വഴിയാ ഇമ്മളെയും വഴി. മാധവട്ടന് ഒരു മാർഗം കാണണം. ഉമ്മക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി കോഴിക്കോട്ട് കളിക്കണം. പോലീസിന് പേടിച്ച് ആരും സ്ഥലം തരുന്നില്ല. നിങ്ങൾക്കറിയോ, മുമ്പ് AKG മുക്കത്ത് ഒളിവിൽ കഴിഞ്ഞപ്പോ ഞാനും നെല്ലിയോട്ട് ഉണ്ണിച്ചേട്ടനും കൂടിയാ താമസ സൗകര്യം കൊടുത്തത്. അതിനെക്കൊണ്ട് ഇക്കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയം നോക്കണില്ല. അറിയാം മാധവേട്ട, അതുകൊണ്ടല്ലേ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോ നമ്മൾ ഇങ്ങടെ മുറ്റത്ത് തന്നെ വന്നത്. ഓ, നമ്മുടെ അരീക്കോട്ട പാടം കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കല്ലേ. ആടൊന്നും നിരത്തിയെടുക്കണം. അടുത്ത ആഴ്ച ഇവർക്ക് ആടെ സ്റ്റേജ് കെട്ടേണ്ടതാ. ഓ, നിങ്ങൾ പോയിക്കോളി. കാന്തി. ഓ ഹായ്, രാവിലെ തന്നെ തുടങ്ങിയോ ഈ? കാന്തി, ഒരു ദിവസം കൂടി ലീവാക്കിക്കൂടെ? നമുക്ക് നാളെ പോവാം. ഇല്ല മോളെ, നടക്കൂല. നമുക്ക് അടുത്ത വെക്കേഷന് കാണാം കേട്ടോ. ചേച്ചി പോയിട്ട് വരാം. അമ്പലത്തിൽ പോണ്ടേ? ഒന്ന് വേഗാവട്ടെ. തെപ്പ തുടങ്ങിയതാ. ഞാൻ പോവാണേ. കാഞ്ചന, ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാന്നല്ലേ? നടക്കില്ല. പോയിട്ട് വരാം മോളെ. അമ്മേ, റെഡിയാക്കിയില്ലേ ഇതുവരെയും? അച്ഛനാടെ ഒച്ച തുടങ്ങി. ദേ കഴിഞ്ഞു. കൊരലപ്പാ ദോക്ക് കൊടുക്കണം. ഞാനതങ്ങ് മറന്നുപോയല്ലോ. അമ്മ ഉണ്ടാക്കണ കൊരലപ്പമായിട്ട് പോയില്ലെങ്കിൽ ലീല എന്നെ കൊല്ലും. എന്റെ പതിവല്ലേ, ഞാൻ മറക്കോ? ഞാൻ എന്നാ പോയിട്ട് വരട്ടമ്മേ. അമ്മേ, ഇതാ തുടങ്ങി. ഈ കണ്ണീര് കാരനെ ഒരു ഈസാ പോയത്. 10 ദിവസത്തെ വെക്കേഷൻ 11 ദിവസമായി. ഞാൻ വേഗം അങ്ങ് വരില്ലേ? ഓ, ഇല്ലെങ്കിലും നമ്മളെക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം കാഞ്ചനയോടാണല്ലോ. ഈ ഇങ്ങനെ മുഴിക്കണ്ടാട്ടാ. ഈ കോളേജിലെ കുറുമ്പൊക്കെ ഒന്ന് കുറയ്ക്കണം.
ഇവിടെ എല്ലാവരുടെ ആഗ്രഹം ഈ ഒരു ഡോക്ടറായി കാണണമെന്നാ. അതൊക്കെ നടക്കും അമ്മേ. ആ അച്ഛനവിടെ 7 പൊട്ടിച്ചു തുടങ്ങി. ഞാനെന്നാ പോയിട്ട് വരട്ടെ. ഈ വായ കോവി വിളിക്കണ്ട. പാറുക്കുട്ടിയമ്മേ പോയിട്ട് വരാട്ടോ. ഇനി എന്നാ വരിക മോളെ? അടുത്ത അവധിക്ക്. വന്നേ കാഞ്ചനമാലെ അല്ലവളെ ഇനി എന്നാ വരിക? ഉണ്ടാണ്ടിരിക്കടി കൈ നിന്നേ. ഈ തുറന്നു നോക്ക്. ആമോ ഇത് പൊന്നല്ലേ? ഞാനിട്ട് പഴകിയതാ. ഇനി ഒരു കാല് പൊട്ടിയിട്ടുണ്ട്. ഈ കൊണ്ട് ശരിയാക്കിയാ മതി. ഏട്ടൻ വിളിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ഇയാൾ എന്തെടുക്കായിരുന്നു? മഴ എങ്ങാനും പെയ്ത് വെള്ളം കയറി യാത്ര മുടങ്ങും. ഈ കേറ്. കൊട എടുത്തിണ്ടാ? നമ്മുടെ ഈ പറമ്പിലാ കഴിഞ്ഞതിന്റെ മുമ്പിൽ തവണ മൊയ്തീനും ബാലങ്കനാരും മുക്കമ്പാസും നാടകം കളിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. കൂട്ടുകൃഷി അതല്ലേ നാടകം? അതന്നെ. എന്തോ ചേട്ടാ? നോക്കട്ടെ. എന്താ? കാർബറേറ്റർ കംപ്ലൈന്റ്. ഏട്ടാ ഈ വണ്ടിക്ക് എപ്പോഴും ഇത് തന്നെയാണല്ലോ സൂക്കേട്. ഇത് ഏട്ടാ ഇന്നും കൂടെ ലീവ് എടുക്കേണ്ടി വന്നെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടി വരില്ല കേട്ടോ. ബസ് കിട്ടും. ആ ഞാൻ പോവാണേ. ഏട്ടനൊക്കെ നോക്കിയെന്നോളൂ. പെട്ടിയാനെടുത്തോളാം. ആ അയ്യോ മോളെ വേണ്ട, നിന്റെ അടുത്ത് ഇരുന്നാലേ അശുദ്ധിയായി പോവും. ഇരിക്കാണ്ടിരുന്നാലേ അശുദ്ധിയാവുള്ളൂ കേട്ടോ. വാ തുറന്ന് ഉത്തരം പറയേ. ഹൂ സെന്റ് ദിസ്? ഐ ഡോണ്ട് നോ മാഡം. എനിക്കറിയില്ല. ഇതിനു മുൻപും കാഞ്ചനമാലയുടെ പേരിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു. മേൽവിലാസം വെക്കാത്ത ഒരു ബുക്ക് ലെറ്റർ. അതും താൻ അറിയാതെയാണോ? അതെ മാഡം, എനിക്കറിയില്ല. തന്നോട് വാദിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ. കാഞ്ചനമാലയുടെ സമരം കാരണം ഉമ്മക്ക് ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. ശരിയാ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കഴിക്കാനും കൂടി കിട്ടൂല. കാഞ്ചനെ ഈ എന്താ ഒന്നും കഴിക്കാത്തേ? എനിക്കെന്തോ ഒരു സുഖമില്ല. എനിക്ക് വേണമെന്നില്ല. നിങ്ങൾ കഴിച്ചോ.
ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ. കൊറ്റാട്ടുള്ള സേതു മുതലാളില്ലേ പന്ത് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് നിലത്ത് വീണ് തോളല് പൊട്ടിക്കും പോലെ. വൈദ്യര് പറഞ്ഞതാ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വേഗം എടുക്കി. കൈ അളുക്കുന്ന് ചാടിയെന്നാ തോന്നണേ. കുറെ നേരമായിട്ട് ഇത് തന്നെയല്ലേ വൈദ്യരെ നിങ്ങൾ പറയണത്? ഒന്ന് മാറി നിൽക്കാവോ? കുറച്ച് വെളിച്ചം കിട്ടിക്കോട്ടെ. മറുവട്ടി എണ്ണയും മറുമാണി എണ്ണയും കൂടെ സമം ചേർത്തൊരു പിടി പിടിച്ചാ ഓന്റെ അളിക്കലച്ചാട്ട ഇന്നത്തോടെ നിൽക്കും. വിളിച്ചു കാണിക്കാടാ, മറുവട്ടിയും കിടക്കടാ. ഓട്ടെ ഇനി മറുവാണി. വൈദ്യരെ നിങ്ങളിത് എന്താക്കുക? ഓന്റെ കയ്യിൽ പന്തളിക്ക കുറച്ച് സമയം എടുക്കും. ധൃതി പിടിച്ചാ പറ്റുമോ? ഇങ്ങക്ക് കഴിയൂലെങ്കിൽ അത് പറയും. കുറച്ച് വെള്ളം കൂടെ തരുമോ? ഞാൻ കൊണ്ടുവരാം. കാഞ്ചന, കുറച്ച് വെള്ളം നൊട്ടം വൈദ്യുക. കാഞ്ചന, ഈ എന്താ ഉമ്മറത്ത് വരാത്തെ? എനിക്ക് കണ്ടേ ഏട്ടന്റെ അലർജി ആയിട്ടപ്പോഴേ എനിക്ക് പേടിയായി. അപ്പോ വൈദ്യരെന്താ പറയണേ? ഈ കുഴന്റെ മർമ്മടഞ്ഞു. അയ്യോ, ഒരു 3 മാസത്തിലും കിടക്കേണ്ടി വരും. നൊട്ടം വൈദ്യുതി കാണിച്ചായിട്ടാ പറഞ്ഞേ. അല്ലേ കാഞ്ചന? എന്റെ ഭഗവതി, അമ്മാവനും അച്ഛനും അറിഞ്ഞ എന്നെ വെച്ചേക്കൂല. ഞാനാ പന്തളിക്ക് കൂട്ടിക്കുന്നെന്നാ പറയുന്നേ. ഇനിയിപ്പൊ ഏടെ കൊണ്ടുപോയ ചികിത്സിക്ക? ഇയാടെ എന്താ തരുന്നേ? വെള്ളയുടെ ദേ ഇരിക്കല്ലേ. ഈ പെണ്ണിന് എന്താ പറ്റിയേ? ഒരിടത്തും കൊണ്ടോണ്ട, ഈടക്കെടുത്ത് ചികിത്സിച്ചാ മതി. നൊട്ടം വൈദ്യുതി ടോപ്പാ. ഇല്ലേ കാഞ്ചന? ഈ ഇങ്ങോട്ട് വാ, ഇതൊന്നുള്ളിട്. രാമേന്ദ്രൻ ആങ്കി ബാങ്കിന്റെ കാര്യങ്ങൾക്കായി ഓടുക, സഹദേവൻ ആങ്കി ടാക്കീസിന്റെ കാര്യങ്ങള്. എല്ലാവർക്കും 100,000 പണികളല്ലേ. അമ്മായി വിഷമിക്കണ്ട, സേതുവിന്റെ മച്ചൂന്നല്ലേ ഞാൻ. ഓന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രയാസമുള്ള കാര്യം വെച്ചാലും ഇനിയിപ്പോ എത്ര മാസം വെച്ചാലും ഓന്റെ കാര്യത്തിന് ഞാൻ ഈടെ തന്നെ ഉണ്ടാവും. എന്റെ കടമയല്ലേ അത്. ഓനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടു നോക്കി മൊയ്തീനെ. വൈദ്യരെ, നിങ്ങളൊന്ന് മാറി. മൊയ്തീൻ, ഇത് സാഹസമാണ്. കൊയമർമ്മ ഉടഞ്ഞ കേസാണ്. സേതു ഈ കിടന്ന് കാറിലട 1 മിനിറ്റ്. ഇതിനെ ഇത് പന്തളിയല്ല, ഇതൊന്ന് സൂയിപ്പാക്കും. ശരി, ഞാൻ പറഞ്ഞില്ലേ അളുക്കുന്ന ചാടിയതാ, പിടിച്ചിടാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ സമ്മതിക്കണ്ടേ? എന്തി കാട്ടനെ ചെയ്തു? എണീറ്റ് ചാടാതെ കിടക്ക്. കോഴമാർമ്മ ഉടഞ്ഞതല്ലേ, ഒന്ന് പറഞ്ഞോട് വൈദ്യരെ. ഒന്നുമില്ലടാ, ശരിയായി. ഒന്നുമില്ല. അതെങ്ങനെ ശരിയാവും? കുഴ തെറ്റിയതാ, മൊയ്തീന്റെ ഒറ്റ പിടുത്തം. സംഗതി ശരിയായി. എന്തൊരു വേദനയായിരുന്നു. ശരിക്കും ശരിയായിടാ അമ്മേ, ശരിയായി. വൈദ്യരല്ല, മൊയ്തീനാ ശരിയാക്കിയത്. മൊയ്തീനല്ലേ? ഓനാളും എടുക്കനാ. നിക്കട, വാടാ. അപ്പു, പോവാം, വാ. സേതു, ഗ്രൗണ്ടിൽ കാണാം.
അകത്തേക്ക് കൊണ്ടേക്ക് അകത്തേക്ക്. എടുത്തോളി. ഉമ്മളെ കൂപ്പം തന്നെ മരം മുറിച്ച് ഉമ്മളെ ബില്ലിൽ തന്നെ ഏർന്ന് ഉമ്മളെ പൊരേ തന്നെ ആശാരിമാരെ വിളിച്ചുണ്ടാക്കിച്ചതാ. നാലിത്തിരി അധികമായി സുപ്പിയാജി. അത് നിങ്ങൾ ഭംഗിക്ക് പറയുന്നതാ. ഇങ്ങളെ പൊരയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോ നമ്മള് മാമൂല് നോക്കണ്ടേ? അല്ലാണ്ടോ? ഓനെ കുറിച്ച് നമ്മൾ പെരുത്ത് കേട്ടിക്കണ്. കോഴിക്കോട്ടും കൊയിലാണ്ടിയിലും അരൂക്കുറ്റിയിലും മാവൂരും ഒക്കെ ഇപ്പൊ മൊയ്തീനെ കുറിച്ചുള്ള വാർത്തകളല്ലേ? അല്ല, മൊയ്തീൻ എവിടെ? കണ്ടില്ലല്ലോ. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതല്ലെങ്കിൽ ആദ്യം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള നിന്റെ സൂത്രമായിരിക്കും. എന്തായാലും കുഞ്ഞുനാളിലെ മയിൽപ്പീലി പോലെ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയാ കാഞ്ചന. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാഞ്ചന, ഒരുപാട്. നിക്കണ തറ തകർന്ന് താഴെ പോവില്ലേ മൊയ്തീന്? ആളുകൾ സമ്മതിക്കൂ? മുഖത്തിൽ ഏലുണ്ടാക്കാനാ എന്റെ പരിപാടി? ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല്, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞി അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക ഏറ്റവും വലിയ സത്യം. നിങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാ, അത് ഉമ്മക്കറിയാം. ഒന്ന് പറ, ഒരു കാര്യം ഉണ്ടായി. ഓനോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എന്താ ആലോചിക്കാൻ? ഞമ്മള് പറയും, ഓൻ ചെയ്യും. ഈ പോയി ഉച്ചക്കലത്തെ നെയ്ച്ചോറിന്റെ കാര്യം നോക്കി. ഇന്ന് ബാപ്പ എനിക്ക് വേണ്ടി പണിത പൊരേന്റെ പൊരക്കൂട്ട. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി ഒരു ഓഹാരം ഇല്ലാണ്ട് നടക്കണ മോനെ പിടിച്ച് തളയ്ക്കാൻ ബാപ്പ കണ്ടെത്തിയ മാർഗ. കടമരുന്ന് പോണം, ഇല്ലെനി അതിനാവും ചീത്ത. 2 ദിവസത്തെ അവധിക്കാണ് ഞാൻ വന്നത്. നാളെ മടങ്ങിപ്പോവും. അമ്മാവന്റെ വീട്ടിൽ നിന്നാ പോണത്. കത്തെഴുതണുണ്ടോ? കത്തെഴുത മാത്രമല്ല, ഇടയ്ക്ക് വരും ഞാൻ കോഴിക്കോട്ടേക്ക്. നിന്റെ കോളേജിന്റെ ഗേറ്റിന് മുന്നിലോ നിന്റെ ഹോസ്റ്റലിന്റെ മുറ്റത്തോ എവിടെയെങ്കിലും വെച്ച് കാണാമല്ലോ. ഈ ചെല്ലു, തോണി വന്നു. കുഞ്ഞിക്ക, ആളുണ്ട്. കാഞ്ചന, ഞാൻ കൊറ്റാട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞത് അമ്മാവന്റെ വീട്ടിലാണെന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പോയിട്ടാ? എന്തിനാ റജബ് വരെ കാത്തുക്കണ്? അതിന്റെ അപ്പുറത്ത് ദിവസല്ലേ?
ഈ ഇതെവിടായിരുന്നു? അന്നെ കാത്ത ഇവരോട് ഇരിക്കണത്. ഇത് പൂനൂരിലെ സൂപ്പിയാജ്, വല്യങ്ങാടിയിൽ അരിക്കച്ചോടാ. ഏക്കർ കണക്കിന് കൊയ്യാനും മരിക്കാനും ഉണ്ട്. നമ്മള് മമ്മളിപ്പറമ്പത്ത് തറവാട്ടുകാർക്ക് സാമൂരിന്റെ കൊട്ടാരത്തിൽ പ്രത്യേക അവകാശം തന്നെ ഉണ്ട്. അതിനിപ്പോ കേരളം ഭരിക്കുന്നത് ആർ ശങ്കർ അല്ലേ? രാജഭരണമൊക്കെ അവസാനിച്ചില്ലേ വാപ്പ? സൂപ്പിയാജ് വന്ന ഒരു ആലോചനായിട്ടാ. ഓളുടെ മകളുമായിട്ട് അന്റെ നിക്കാതെ നമ്മൾ ഉറപ്പിച്ചു. ഓളുടെ മൂത്തവളുമായിട്ട്. ആ നല്ലൊരു ദിവസമുണ്ട്, ചൊവ്വാലി 20 നമ്മളെ പൂന്നൂര് പള്ളിയിൽ വെച്ചിട്ട് നിക്കാഹ്. ഉമ്മാക്ക് ഇഷ്ടായ? ഉമ്മാക്കൊക്കെ പിടിച്ചിക്കണ്. എന്റെ ബാപ്പാക്ക് പെരുത്ത് ഇഷ്ടായിക്കണ്. ഇനി ഇജ്ജും കൂടി അങ്ങ് പൊരുത്തപ്പെട്ടാളാ. എങ്കി ഇനി ഒട്ടും വൈകിക്കണ്ട. ബല്യമ്പരപ്പൊറ്റാട്ടെ പാത്തുമ്മയ്ക്കൊരു കൈസഹായത്തിന് സാഹിബ് പെണ്ണൊരുത്തിയെ കൂടെ നിക്കാ കഴിച്ച് കൂടെ കൂട്ടിയത് ഈ മുക്കം മുഴുവൻ ആഘോഷിക്കും. മനസ്സിലായില്ല. എന്താടാ പറഞ്ഞേ? മമ്മളിപ്പറമ്പത്തുകാർക്ക് ബല്യമ്പരപ്പൊറ്റാട്ടുമായിട്ടൊരു ബന്ധം വേണമെന്ന് ഹാജിയാർക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മൂത്ത മോളെ സാഹിബിന് തന്നെ കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. കാരണം മൊയ്തീന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കാഞ്ചനയായിരിക്കും. അത് ഞാൻ ഓക്കും എനിക്കും പടച്ചോനും കൊടുത്ത വാക്ക. ഏത് കാഞ്ചന? കൊറ്റാട്ടിലെ കാഞ്ചനമാൽ. ഇത്രയും കാലം ഈ കാട്ടിക്കൂട്ടിയ നെരുകേട് നമ്മൾ സഹിച്ച്. പക്ഷെങ്കിൽ ഇത് എന്റെ ചെങ്ങായിന്റെയും കുടുംബം തകർത്തിട്ട് അനക്ക് പ്രേമിക്കണം അല്ലടാ. വലിയ മതേതരവാദിയായിരുന്നല്ലോ ബല്യമ്പരപ്പൊറ്റാട്ടെ ഉണ്ണി മൊയ്തീൻ സാഹിബ്. എന്നിട്ട് സ്വന്തം മോന്റെ കാര്യം വന്നപ്പോ എന്തേ നെറ്റിയിലെ നിസ്കാരത്തഴമ്പിന്റെ കറുപ്പ് കൂടിയ? ജനിപ്പിച്ച വാപ്പാന്റെ മൂക്കറുത്തിട്ട് നിന്ന് തർക്കുത്തരം പറയുന്നോടാ അന്നെ ഞാൻ. നമുക്കിനി ഇങ്ങനൊരു മോനില്ല. വല്യമ്പ്രപ്പൊറ്റാട്ട ഒരു തരി മണ്ണിന് അനക്കിനി അവകാശമില്ല. എന്റെ മയ്യത്ത് കാണാൻ പോലും ഈ നീ തറവാട്ടി കാല് കുത്തിവില്ല. സാഹിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ട. ബല്യമ്പരപ്പൊറ്റാട്ടിലെ മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കട്ടിലിന്റെ ഒരറ്റം ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പ ഒരാളെ വിളിച്ചിട്ടുള്ളൂ. പോവാൻ പറയടാ അവനോട്. പുറ്റാട്ട് തറവാട് അന്റെയും കൂടെ പോരാ. ഈ ഇനി ഏടക്കും പോണ്ട, ഇവിടെ പാർക്ക. ഈ കൽബിൽ നന്മയുള്ളവനാ. അനക്ക് ശരിയാന്ന് തോന്നുന്നു ഈ ചെയ്യുന്ന ഞമ്മക്ക് നന്നായിട്ട് അറിയാം. ആ ഈ പോയി കിടക്കാൻ നോക്ക്. മാനുക്കാക്ക, നിങ്ങൾ ഇതെങ്ങനെ ഒപ്പിച്ചെന്റെ മാനുക്കാക്ക? ഓളുടെ മുഖത്തിന് വലിയ മുഞ്ചാ. ഓളുടെ മുഖത്തിനേക്കാ മൊഞ്ച് ഓളുടെ ഖൽബിന. നോക്കി, ഇങ്ങക്ക് ഓളോട് ഭയങ്കര ലബ്ബാ. ലബ്ബല്ലടി, ലവ്. ഈ വെറുപ്പിക്കാണ്ട് ചെല്ല്. ഇപ്പൊ ഞാനെങ്ങനെ തുന്ന ക്ലാസ്സിൽ പോവാ? ടീച്ചർക്കും കുട്ടികൾക്കും മാനുക്കാക്കാനോട് ആരാധനയല്ലേ? ഓര് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ എത്ര പറ്റിച്ചേക്കണ്. എനിക്കൊരു നോട്ട്ബുക്ക് കിട്ടോ? ഒരു കത്തെഴുതാനാ. ആടെ തന്നെ ഉണ്ട്. ഇങ്ങനെ അക്കരെ നിന്ന് കുത്തിക്കുറിക്കണോ? ഓളെ മതം പറ്റിയ പോരെ? ചിലപ്പോ അമ്മ സമ്മതിക്കും. മതം മാറിയാലേ ഓളെ ഞാൻ കൊല്ലും.
എൻ്റെ കാഞ്ചനക്കുട്ടി, അപ്രതീക്ഷിതമായി പെയ്തു വീണ പെരുമഴയിലാണ് ഞാനിപ്പോൾ. ബാപ്പ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഞാനിപ്പോൾ അമ്മാവൻ്റെ തറവാട്ടിലാണ്. നമുക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയാണല്ലോ കാഞ്ചന. പക്ഷേങ്കിൽ അടഞ്ഞ വാതിലുകളൊക്കെ നമ്മൾ തുറക്കുക തന്നെ ചെയ്യും. എന്തടാ ഓല് പോയല്ലോ കോളേജില്. ഒന്ന് പോടേക്കാം. ഏതാടാ? ആടെ അങ്ങാടിയില് ചൂട്ടിക്കണ രാമൻകുട്ടീന്റെ മോനാ. ഈടെന്താടാ? വെറുതെ വെറുതെനിയാ? എന്താടാ? നീ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. മനസ്സുകൊണ്ട് ഞാൻ നിനക്കെൻ്റെ മെഹർ കൈമാറിക്കഴിഞ്ഞു. ആരെതിർത്താലും മൊയ്തീൻ കാഞ്ചനമാലയുടേത് മാത്രമായിരിക്കും. നമ്മുടെ പ്രണയം സ്വർഗ കവാടങ്ങളിൽ കുത്തിവെക്കപ്പെടേണ്ടതാണ്. അതിന് നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അവസാനത്തെ കൂടെ വായിക്കടി. എന്ന് നിന്റെ മൊയ്തീൻ. ഓൻ പറയണ നേരാണ്. ഈ ഓനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്? അതെ, ഇഷ്ടത്തിലാ. ഊരടക്ക ചതക്കണമാതിരി ചതച്ചാളയും. മറന്നോണോനെ. മോളെ, നിനക്കൊരു അബദ്ധം പറ്റിയതാ, മറന്നാളാ. ഇല്ലമ്മേ, ഞാൻ മൊയ്തീന് വാക്ക് കൊടുത്തു. വാക്കാണ് ഏറ്റവും വലിയ സത്യം. തെങ്ങും പറമ്പിലും മടല് പറക്കി വിറ്റാ കിട്ടുന്ന കായ് മതി കൊറ്റാട്ടിലെ 4 തലമുറക്ക് കഴിയാൻ. എന്നിട്ടിപ്പോ പഠിക്കാൻ വിട്ടിട്ട് ഇപ്പൊ എന്തായി? കണ്ടില്ലേ, കണ്ട 4-ാം വേദക്കാരന് വാക്ക് കൊടുത്തിട്ട് വന്നിക്കണം. മതി, എന്റെ പഠിത്തം ഇതോടെ നിർത്തിക്കോണം. ഇല്ല, എനിക്ക് പഠിക്കണം. മൊയ്തീനായിട്ട് ഇനി ഒരു ബന്ധമില്ലെന്ന് ഉറപ്പതാ. എന്നാ പഠിക്കാം. ഇല്ല ഏട്ടാ, അതെന്റെ തീരുമാനമാണ്. നാട്ടിൽ ലഹള ഉണ്ടാക്കാൻ എന്റെ പരിപാടി. ഇന്നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കണം എനക്ക്. അതെങ്ങനെയാ ലേലുണ്ടാണത്? കല്യാണത്തില് ശങ്കരമാമ ക്രിസ്ത്യാനെ കല്യാണം കഴിച്ചപ്പോ അച്ഛനല്ലേ അഭയം കൊടുത്തത്? ജാതിയില്ല, മതമില്ല, മനുഷ്യനാണ് ഏറ്റവും വലുതെന്നല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛൻ സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. പ്രസംഗം പറയുന്നോടി
കൊടിയ കൈവശ ഓനോൾക്ക് കൊടുത്തിരിക്കുന്നത്. പുറത്തു വിട്ടാൽ ആപത്ത. ഓളുടെ നയല് പോലും ഇനി പുറത്ത് കാണരുത്. കുഞ്ഞിക്ക കുഞ്ഞിക്ക ഒന്ന് അക്കരെ പോണം വേഗം. മാനു ഏട്ടാ വലിയ മാനക്കാക്ക മുക്കത്തതിന് മൊയ്തീനെന്നും പറയും. പാതിരാത്രി മൊയ്തീൻ സാഹിബ് കൈനീടം തരാൻ വന്നതാ? ഇതെന്റെ മുറ്റത്തെ മണ്ണിലുണ്ടായതാ. ഞാനൊന്ന് കടിച്ചു നോക്കിയെന്നേ ഉള്ളൂ. കൊറ്റാട്ടിലെ കാഞ്ചനെ ഏതോ കൊടും താഴിട്ട് പൂട്ടിന്ന് കേട്ടപ്പോ ഈടാന്ന് എന്റെ കൈ പിടിച്ചിറക്കണമെന്ന് വിചാരിച്ചു. വന്നു. ബാപ്പുവാ എങ്ങട്? തൽക്കാലം ഇത് നെയിം ബോർഡൊന്നും വെക്കാത്ത ബസ്സാ. ഫുൾ ടാങ്ക് ഡീസലും ഉണ്ട്. മന്ദിറും മസ്ജിദും ചേർന്ന് മനുഷ്യനെ മണ്ടനാക്കാത്ത ഏത് മണ്ണിലോട്ടും ഇത് ഓടും. വേണ്ട മൊയ്തീന്, അനക്കിത് നിസ്സാര കാര്യ. പാപ്പയും എന്റെ അച്ഛനും തമ്മിൽ തെറ്റും. മാത്രമല്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ല. സമുദായം കുടുംബത്തെ ഒറ്റപ്പെടുത്തിയെന്ന് ചീത്തപ്പേരും. ഒരാണായി പിറന്നു പോയതിന്റെ പേരില് ഒരാണായി ജീവിച്ചുകൊണ്ട് കിട്ടാവുന്ന മുഴുവൻ ചീത്തപ്പേരും ഈ ചെറിയ കാലം കൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ഇനി അന്നെ ഇടുന്ന് കൂട്ടിക്കൊണ്ടു പോണത് ആ പകിട്ടൊരു ലേശം കൂട്ടുന്നുണ്ടേ കൂട്ടട്ടോ. ചിലക്കാണ്ട് വരണ്ടോ ഈ എന്റെ അടുപ്പിരുന്നോരോ ഞാൻ കാരണം ഓരുടെ കാര്യം അടങ്ങേറിലാവരുത്. നമ്മൾ ഒരുമിക്കുമ്പോ ആരുടെ മുറ്റത്ത് ഒരു തുള്ളി ചോര വീയരുത്. എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നുന്നൊരു കാലത്ത് നമ്മൾ രണ്ടാളും 6 അടി മണ്ണിന്റെ അടിയിൽ ആട് മേയ്ക്കാൻ പോകും. ആടെ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുമ്പോഴേ പ്രേമിക്കാൻ ഇത്ര സുഖം ഉണ്ടാവില്ല. എന്റെ പേരും പറഞ്ഞ് എന്റെ പഠിപ്പ് മുടക്കില്ല അവര്. ഈ കോഴിക്കോട്ടേക്ക് വാ, എന്റെ കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ ഞാൻ കാവൽ വെക്കും. എന്നിട്ട് കൊറ്റാട്ടിലെ ഏത് കിണാറിനെ എന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എനിക്ക് നീ ഈടെ പഠിച്ചാ മതി. വാശിയാണോ? വാശിയാണ്. വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഒരുപാട് ഉപദ്രവിച്ച വേദനിച്ച ശരി, ഇറങ്ങണം നീ തീരുമാനിക്കുന്ന കാലം വരെ ഞാൻ കാക്കും. ഈ ഒന്ന് മൂളുന്ന സമയം ഒന്നുകൂടെ ഞാൻ ഈ മുറ്റത്ത് വരും. അതുവരെ ഈ മുടങ്ങാതെ കത്തെഴുതണം. മറുപടി ഞാൻ എങ്ങനെയെങ്കിലും എടുത്തിക്കും. വരട്ടെ. എന്നാലും ഓളിമാതിരി തോന്നിയാസം കാട്ടൂന്ന് ആരെങ്കിലും കരുതിയോ? ഒറ്റാട്ടില് മാത്രല്ല നമ്മളെ കുടുംബക്കാർക്ക് തന്നെ ക്ഷീണായില്ലേ? എന്താ കഥ? അതൊരു മാപ്പിളച്ചക്കൻ.
ഈ മഴയത്ത് ആടെ എന്താ കാട്ടുന്നത്? ഒന്ന് നിർത്തണ്ട അപ്പു. പഠിച്ചൊക്കെ ഓർമ്മയുണ്ട് നിനക്ക്? എനിക്ക് ഓർമ്മയുണ്ട്. നിനക്കോ? ഓർമ്മയുണ്ട്. പേടിക്കാ സ്കൂളിലേക്ക് മതി പഠിച്ചത്, കേറിപ്പോ. ഇന്ന് ഹിന്ദി പരീക്ഷയാ. അവളുടെ ഒരു ഹിന്ദി പരീക്ഷ. ഹിന്ദി മേരി രാഷ്ട്രഭാഷ ഹേ അമ്മാവാ. എന്ത് കേട്ടില്ലേ? സകലെണ്ണ അനങ്ങിയ രാഷ്ട്രീയ. വെറുതെ അല്ല പെമ്മക്കൾ കേടാവണത്. ഓന്റെ ബാപ്പുണ്ടാക്കിയ സ്കൂളല്ലേ. ഈറ്റങ്ങളെ ഓ വഴി തെറ്റിക്കും. കേറിപ്പോ. അമ്മാവാ, നിന്റെ പഠിപ്പ് തൊലച്ചത് പോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഓലെ ശിക്ഷിക്കരുത് കേട്ടോ. ചെലക്കറിയേ ചെയ്ത തെറ്റ് തിരുത്തായി തയ്യാറായ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോവാ. ഇല്ലെങ്കിൽ ഓലെ ജീവിതം കൂടി തൊലേ. മൊയ്തീനെ സ്നേഹിച്ചതേ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓള് രണ്ടും കൽപ്പിച്ച എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അല്ല, അതിപ്പോ പെട്ടെന്ന് വേണം. തറവാട്ടിന് ചേർന്നൊരു കൂട്ടര് ബുധനാഴ്ചയുടെ വരും. എന്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് നീലഗിരിന്ന് ഇവിടെ എത്താൻ പറയണം. യുവചേതനയുടെ ചെപ്പ് തുറക്കും നവയുഗ ശില്പികളെ, നവയുഗ ശില്പികളെ, കലയുടെ കൈത്തിരിയേന്തി വരുന്നൊരു കാവ്യകുമാരികളെ, കലയുടെ കൈത്തിരിയേന്തി വരുന്നൊരു കാവ്യകുമാരികളെ, പുതിയൊരു കാഹളനാദം കേട്ടുണർന്നെണീക്കുന്നോരെ. ഇതിനെ എങ്ങനെയുണ്ട്? വൈകിട്ടത്തെ പാർട്ടി മീറ്റിംഗിന് കസറാവുള്ളതാ. ഇത് കസറും. പലർക്ക് വാങ്ങിയിട്ട് ഈ ഇവിടെ തന്നെ വന്നു. ഞാനിപ്പോ വരാം. വിയർപ്പ് ചീന്തുന്നോരെ, വിയർപ്പ് ചീന്തുന്നോരെ. ഇതെങ്ങനെയുണ്ട്? ഗംഭീരം. വിയർപ്പ് ചീന്തുന്നോരെ. എന്റെ മാനു വീണ്ടും എനിക്കിടെ വിലങ്ങ് തീർത്തിരിക്കുകയാണ്. എന്റെ വിവാഹം അർപ്പിക്കാൻ പോകുന്നു. അമ്മാവനും ഏട്ടന്മാരും ചേർന്ന് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. മറ്റൊരു തടവറയിലേക്ക് പോകുന്നതിനേക്കാൾ മരണമല്ലേ ഭേദം. വിറച്ചിടട്ടെ വീണ്ടും, കരുത്തു കാട്ടി തകർത്തു കോട്ടകൾ നിരത്തി മുന്നേറുക നാം, നിരത്തി മുന്നേറുക നാം. ഇരിഞ്ഞിടട്ടെ പുതിയ പ്രഭാതം, വിപ്ലവ സ്വപ്ന വിഭാഗം. ഓ എന്റെ ഭാസി, എന്നെ കണ്ടാ പറയൂലെങ്കിലും ഈ ഒരു സംഭവം തന്നെയാ. എന്റെ കാഞ്ചനക്കുട്ടി, ഈ ധൈര്യമായിരിക്കും. കോട്ടകൾ തകർത്ത് നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും. ഞാനിത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ CID നൽകിയ വിവരമനുസരിച്ച് അതാണ് മടത്തിൽ പറമ്പ് രാരുക്കുട്ടി, നിന്റെ ഭാവി അമ്മാവൻ. പെരുമണ്ണ അംശദേശത്തിന്റെ പകുതിയിൽ മൂപ്പറ കഷത്തിലാണ്. ആ ഇറങ്ങിയ സുമുഖനാണ് MP മനോഹരൻ. ലുക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ, അതാണ് എന്റെ ചെക്കൻ. മദിരാശി റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ മാസ്റ്ററാണ്. തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവൻ പച്ചക്കൊടി കാണിക്കണം. കല്യാണം കഴിഞ്ഞ അന്നയും കൂട്ടി മദിരാശിക്ക് പോകാനാ പ്ലാൻ. വാതിലിൽ മുട്ടുന്നുണ്ടല്ലേ? ചെന്ന് തുറക്ക്, ചെന്ന് തുറക്ക് കാഞ്ചനക്കുട്ടി. ഈയാടെ എന്തെടുക്കായിരുന്നു? ഒരു വന്നു, വേഗം റെഡിയാവ്. മടിക്കണ്ട, വാങ്ങിക്കോ. പെണ്ണ് കാണാൻ വന്നവർക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കണം. അതാ നാട്ടു നടപ്പ്. ഇനി വാതിലടയ്ക്കണം. എന്നിട്ട് എങ്ങനെ ഒരുങ്ങണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നീലഗിരി ഓട്ട് കമ്പനിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് പോരാൻ പറ്റില്ല. അതിനെ കൊണ്ടാവും അളി അങ്ങ് എത്താത്ത. ഓ, അതിനെന്താ?
ഇനി ആവാലോ. മോളെ കാഞ്ചനെ, ഇത് എത്ര നേരായി? ഒന്ന് ഇറങ്ങ കാഞ്ചനെ. കാഞ്ചനെ, വാതില് തുറക്ക്. കാഞ്ചനെ, എടീ വാതില് തുറക്ക്. അനക്കെന്താടി പ്രാന്താ? എന്തു കോല കെട്ടിയിരിക്കുന്നേ? ഞാൻ മൊയ്തീന്റെ പെണ്ണ. ഓരന്റെ രണ്ടാം വിവാഹത്തിന് തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാ. അതിങ്ങത്താ മാറിക്കുമ്മേ. എന്റെ ഭഗവതി, ഇവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? ഞാൻ കാഞ്ചനമാല. എന്നെ കാണാനല്ലേ നിങ്ങൾ വന്നത്? കെട്ടിയോൻ ചത്ത പെണ്ണിനെ കെട്ടേണ്ട ഗതികേടൊന്നും ഇന്റെ മോനില്ല. എടോ, താനും കൂടി ചേർന്ന് നമ്മളെ ചതിക്കാൻ നോക്കുകയായിരുന്നല്ലേ? മുത്തപ്പനാണ് സത്യം, വിധവയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് വായും പൊളിച്ചിരിക്കണത്? ഇറങ്ങ. കാര്യം അറിയാതെ ഒന്ന് പറ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഓൻ ഈ നാട്ടിനെ ഇനി പെണ്ണ് കെട്ടണില്ല. ഞാളെയൊക്കെ മാനം കെടുത്തിട്ട് ഓന്റെ കൂടെ പൊറുക്കാൻ കരുതിയേ. ഈടെ കിടന്ന് ചത്താലും ശരി, എന്റെ പൂതി നടക്കൂല. തറവാട്ടിന്റെ അന്തസ് വലച്ചാല് കൊന്നുകളയും ഞാൻ. ഇങ്ങെടുക്ക. ഇതിപ്പോ രണ്ടാമത്തെ ചായയാ. അടുത്ത ചായക്ക് മുമ്പെങ്കിലും വരുവോ? വരുവോ? മനക്കക്ക, നിങ്ങള് ചായ കുടിക്കുക? അല്ലടാ, പാഷാണക്കല്ലേ കുടിക്കുക. നിനക്ക് എടുക്കിട്ട് വരണം. മൊയ്തീനേട്ടാ, ഒറ്റാട്ടുന്ന ഇനി മുതൽ ഞാനാ വരിക. ഇതാ പറ്റൂ. അതുകൊണ്ടൊന്നും അവരെ തളർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അകലത്തിലാണെങ്കിലും അവരുടെ പ്രണയം കൂടുതൽ കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്തത്. കത്തുകൾ പിടിക്കപ്പെട്ടപ്പോൾ മനസ്സുകൾ കൈമാറാൻ അവർ പുതിയ പുതിയ മാർഗങ്ങൾ തേടി. ഏട്ടന്മാരും അമ്മാവനും ഒക്കെ അറിഞ്ഞാണ്ടല്ലോ എന്നെ കൊന്നാളൂ. എന്നാലും സാരമില്ല, എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താന്ന്. ഒരു സങ്കടമേ ഉള്ളൂ. തുള്ളിച്ചാടി കിടന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്നിങ്ങനെ നീർന്ന് കാണുമ്പോൾ എൻ്റെ കാഞ്ചനക്കുട്ടി, കത്തുകൾ പിടിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ പുതിയൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടാൽ അനക്കത് മനസ്സിലാവും. ഇങ്ങനെ ആവുമ്പോൾ മറ്റാർക്കും അത് പിടിക്കാനും പറ്റില്ല. ഹോൺ 1, ഞാൻ മുക്കത്ത് തന്നെയുണ്ട്. ഹോൺ 2,
ഞാൻ കൊടിയത്തൂരോ ചേന്നമംഗലൂരോ ആയിരിക്കും. ഹോൺ 3 ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു. 4 ആണെങ്കിൽ ജില്ലയ്ക്ക് പുറത്തായിരിക്കും. ഹോൺ 5 മുതൽ 7 വരെ സംസ്ഥാനത്തിന് പുറത്തായിരിക്കും. ചിലപ്പോൾ ഡൽഹി വരെ പോയേക്കാം. തിരുവനന്തപുരത്തേക്കാ? മദിരാശി. ബോംബെക്കാ? ഏട്ടാ പോണേ? കോഴിക്കോടേനുണ്ട്. മാന്യമഹാജനങ്ങളെ, ഈ വരുന്ന മുക്കം പഞ്ചായത്തിലെ 3-ാം വാർഡ് തെരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ BP മൊയ്തീനെ കലപ്പ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 6:30 തീപ്പൊരി പ്രാസംഗികനും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന നേതാവുമായ ശ്രീ VR കുറുപ്പ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നമ്മുടെ സാരഥി BP മൊയ്തീൻ, നമ്മുടെ ചിഹ്നം കലപ്പ. കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തിന്റെ തേർവാഴ്ചക്കെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട്. കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തോ? ഞാൻ അങ്ങനെ എഴുതി തന്നില്ലല്ലേ. എന്നെ പാർട്ടി തൊട്ടുകൾ ഞാൻ കളഞ്ഞിട്ട് പോവേ. കൊണ്ടുപോടാ അവന്റെ അടുപ്പിലെ കമ്മ്യൂണിസം. എനിക്ക് വേണ്ട നിന്റെ എഴുത്ത്. കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തിന്റെ തേർവാഴ്ചക്കെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട് കോൺഗ്രസ് ഭൂരാശികളെ കെട്ടുകെട്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ അറുക്കളത്തിലേക്ക് പുതിയൊരു നേതാവ് ശ്രീ PR കുറുപ്പ് ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ അടിമത്ത ഭരണത്തിൽ നിന്നും മുക്കം പഞ്ചായത്തിനെ രക്ഷിക്കുവാൻ, അധികാരത്തിമിരം ബാധിച്ച കടൽ കിഴവന്മാരെ കെട്ടുകെട്ടിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ BP മൊയ്തീൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി. ഈ എന്താ വണ്ടി നിർത്തിയത്? ഓന്റെ ഒരു സോഷ്യലിസം. എന്താടാ നമുക്ക് നിർത്തിയത്? ഞാൻ ഏത് കടലിലെ കിളവനാടാ? നാവിന് എല്ലില്ലെന്ന് വെച്ച് എന്ത് വിളിച്ചു കൂവാണോ? ഞാൻ എന്ത് തോന്നിയ സാറാ കാട്ടിയത്? കടവെന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള പഞ്ചായത്ത് വക റോഡിന്റെ മാപ്പ് നിങ്ങളല്ലേ വാപ്പ മാറ്റിയടിപ്പിച്ചത്? അല്ലെങ്കിൽ തോട്ടുങ്ങളെ പറമ്പ് സർക്കാരിന്റെ കക്ഷത്തിലിരുന്നാനെ. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങള് 1 മൈൽ ചുറ്റി നടക്കണം. ഇന്ത്യയും കൂടെ തോൾ ചേർന്ന് നിന്ന് കെട്ടിപ്പൊക്കിയതാടാ ഈ മുക്കം. ചിലപ്പോ ഞാൻ ചുറ്റിക്കും. അതിന് അനക്കെന്താടാ? ഇത്രയും കാലം ജനങ്ങൾ എന്റെ കൂടെ നിന്നത് ഞാൻ ഈ നാട്ടിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർത്തിട്ടാ. ഇനിയും ഞാൻ തന്നെയാടാ മുക്കത്തെ സുൽത്താൻ. നിങ്ങൾ മുക്കത്തെ സുൽത്താനോ സെയ്ത്താനോ എന്താച്ചാ ആയിക്കോ. പക്ഷെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ പുതിയ ജനപ്രതിനിധികൾ വരിക എന്ന് വെച്ചാൽ സ്വാഭാവിക. ഒരു ഉണ്ണി മൊയ്തീൻ സാഹിബ് വിചാരിച്ചാൽ അത് തടയാൻ കഴിയൂല. ഈ എന്നെ ജനാധിപത്യം പഠിപ്പിക്കുന്ന ഈ അല്ലട പുറ്റേക്കാട്ട് റോഡിലെ മരമുറിക്കെതിരെ പത്രവാർത്ത കൊടുത്ത് വികസനം കുട്ടിച്ചോറാക്കിയത്. അതിനത് സുൽത്താൻ നട്ട മരം അല്ലല്ലോ. ഉച്ചയ്ക്ക് മോളി വെയിൽ പൊങ്ങുമ്പോ ഇന്നാട്ടിലെ കുടിയില്ലാത്തവർക്ക് തല ചായ്ക്കാൻ അതൊന്നിന്റെ തണലെങ്കിലും ഉണ്ടായിക്കോട്ടെ വാപ്പ. അന്റെ ഒരു ഇക്കുമത്ത് എന്റെ അടുത്ത് വേവൂല. എത്ര പൈസയായാലും ആ 100 ചില്ലുവാനം മരങ്ങളിൽ ലേലത്തിലെടുത്ത് എന്റെ മില്ലിൽ കൊണ്ടുവന്ന് ഈർന്ന് കഷ്ണങ്ങളാക്കി പുഴയിലെറിയും ഞാൻ. കാണാനക്ക് ആ പൂതി മനസ്സിൽ കിടന്ന് ചെയ്യേ. എന്താ അതിലൊരൊറ്റ മരത്തിന്റെ മേ ഒരു തരി ഇരുമ്പ് തൊടൂല. അത് തടയാൻ മുക്കത്തെ സാഹിബിനെ കൂടാണ്ട് ആമ്പറന്നവന്മാര് വേറെ ഉണ്ട്. ഏത് മരമായാലും ഉണ്ണിമൊയ്തീൻ സാഹിബിന്റെ തലക്ക് മീതെ വളർന്ന ചേമ്പും തണ്ട അരിയണ പോലെ അരിഞ്ഞ് തള്ളു ഞാൻ. വണ്ടി എടുക്കണം. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ BP മൊയ്തീൻ കലപ്പ അടയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. പ്രിയപ്പെട്ട മുക്കം അടക്കൊക്കെ എന്താടാ വില കുറഞ്ഞത്? ഇത്തവണ മയല് പോയതാ. എന്തണക്കടാ ഇത്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പൊന്നോമന നേതാവ് ശ്രീ PR കുറുപ്പിന്റെ തീപ്പൊരി പ്രസംഗം കേൾക്കുവാൻ. ഈ വണ്ടി നിർത്തടാ. ഒരാളെ എന്നേക്കുമായി തടവറയിലിടാം എന്നാരും കരുതരുത്. അത്
ശുദ്ധ മണ്ടത്തരമാണ്. ഞങ്ങളുടെ പാർട്ടി മതേതര പാർട്ടിയാണ്. ഹിന്ദു ആയാലെന്ത്, ഇസ്ലാം ആയാലെന്ത്, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. ഒരു സുഹൃത്തിനെ കളിക്കളത്തിൽ ചവിട്ടി വീഴ്ത്തിയത് കൊണ്ട് മാത്രം ഒരു പാർട്ടിയെ തകർക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് വാങ്ങി വെച്ചേക്ക്. ഈ അടി വാങ്ങി പിടിക്കും. വിജയത്തിനു വേണ്ടി മരണം വരെ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. സ്നേഹത്തിന്റെ വില അറിയാത്ത കോൺഗ്രസ് മൂരാച്ചികളെ, നിങ്ങളോടൊരു ചോദ്യം. സ്ത്രീകളെ അബലകളാക്കി പീഡിപ്പിക്കുന്നത് ശരിയോ? അവളുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കുന്നത് ശരിയോ? സ്വതന്ത്ര ഇന്ത്യയിൽ കത്തെഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും ഒരാൾക്കില്ലേ? സ്ത്രീയെ ഭാരതര ഇത് പിടിക്കും. സ്ത്രീയെ ഭാരതരത്നമേ, നീ കരയരുത്. ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അവിടുന്ന് നേരെ തിരിച്ച് കോഴിക്കോട്ടേക്ക്. കേരളത്തിൽ ആദ്യമായി ഒരു സ്പോർട്സ് മാസിക വരാൻ പോവുകയാണ്. കേരളത്തിന്റെ സ്വന്തം സ്പോർട്സ് മാസിക സ്പോർട്സ് ഹെറാൾഡ്. എങ്ങനെയുണ്ട് പേര്? എന്നോട് ആരാണ്ടാ ചോദിച്ചേ? എനിക്കറിയാം നിനക്കിഷ്ടമായി എന്ന്. അപ്പോൾ തൽക്കാലം വിരമിക്കട്ടെ. നമോ ഭാഗം വിടാ. കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തിനെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട് കോൺഗ്രസ് മൂരാച്ചികളെ കെട്ടുകെട്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക് മുക്കം കവലയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. സേതു എന്താട്ടാ ഇതാ നോക്ക്. മൊയ്തീന്റെ സ്പോർട്സ് മാസിക പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. BP മൊയ്തീൻ മുഖ്യപത്രാധിപരായ സ്പോർട്സ് ഹെറാൾഡ് മാസിക കോട്ടയത്ത് മൊയ്തീന് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രകാശനം ചെയ്തു. ഏടാ നോക്കട്ടെ. ഓനാളും എടുക്കനാ. പ്രധാനമന്ത്രിനെ തന്നെ കൊണ്ടുവന്നില്ലേ? പണ്ട് കരിങ്കൊടി കാട്ടിയത് ഓൻ തന്നെയാ. എപ്പോഴാ കരിങ്കൊടി കാട്ടേണ്ടേ, എപ്പോഴാ പ്രകാശനം ചെയ്യിക്കേണ്ടേ എന്നൊക്കെ ഓന് നന്നായിട്ട് അറിയാം. പേടിയൊന്നുമില്ല, വേഗം പോ. കണ്ടോ? തല ഓർത്തു. കൊറ്റാട്ടിൽ സേതു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി വാഗ്ദാനം BP മൊയ്തീൻ. ഫുട്ബോൾ പെരുമ നിറഞ്ഞ മുക്കത്ത് നിന്നും ഇന്ത്യൻ ടീമിന് ഒരു വാഗ്ദാനം കൂടി. കൊറ്റാട്ടിൽ സേതു എന്ന സെന്റർ ഫോർവേഡ് സ്വതസിദ്ധമായ ശൈലിയിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ ഫുട്ബോളറാണ്. ഇന്ദിരാഗാന്ധി അത് മറിച്ച് നോക്കിയിട്ടുണ്ടാവും ഏട്ടാ. ഉറപ്പല്ലേ? അപ്പോ നിന്റെ ഫോട്ടോ ഇന്ദിരാഗാന്ധി കണ്ടിട്ടുണ്ടാവും. നോക്കടാ, നിന്റെ പടം ഉണ്ടല്ലോ. നോക്കട്ടെ. മുക്കത്ത് നിന്നും മോഹൻ ബഗാനിലേക്ക്, പെരുമ്പറമ്പിൽ അപ്പു എന്ന ഡിഫൻഡർ മലബാറിൽ നിന്നും മോഹൻ ബഗാനിലേക്ക് എത്തിയത് സ്വന്തം പ്രയത്നം കൊണ്ടാണ്. ഇതൊക്കെ ഓന്റെ ഓരോ സൂത്രപ്പണിയല്ലേ? എന്നാലും കേരളത്തിൽ നിന്ന് ആദ്യം ഇറങ്ങണ നല്ലൊരു മാസികയില് നമ്മുടെ പണവും ലേഖനവും വരണത് ഒരു ഭാഗ്യല്ലേ അപ്പു? ഓഹോ, ഓന്റെ സോപ്പിൽ ഈയൊക്കെ അലിഞ്ഞു. ഇങ്ങനെ അലിഞ്ഞിട്ടൊന്നുമില്ല. വലിയ അത്ഭുതങ്ങളൊക്കെ കാട്ടണമല്ലോ അവൻ. ഒറ്റാട്ടിലുകാർ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. മനുഷ്യസ്നേഹം നിലനിൽക്കട്ടെ. എക്കെയും നാടക സമിതിയുടെ പ്രഥമ നാടകം വെളിച്ചം വിളക്കന്വേഷിക്കുന്നു. ഇന്ന് വൈകുന്നേരം കൃത്യം 8 മണിക്ക് മഞ്ഞിലടത്തുകാരുടെ ആളൊഴിഞ്ഞ പിറകെ വരുവീൻ, കാണുവീൻ, കണ്ടാസ്വദിക്കുവീൻ. നാടക രചനാ സംവിധാനം ഇവിടെ മാനിക്കാക BP മൊയ്തീൻ. മതമല്ല സഹോദരന്മാരെ, മനുഷ്യ സ്നേഹമാണ്
ഞങ്ങള് നാടകം കാണപ്പിക്കട്ടെ. ഒന്ന് കുഴിച്ചുകൂടി ഞാൻ. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, KKM നാടക സമിതിയുടെ ആദ്യ നാടകം കാണാനെത്തിയ കലാസ്നേഹികൾ സുസ്വാഗതം. എന്താണ് ഇത്? മതിയാ വിഗൊക്കെ ഇത് മതി. എന്റെ ചിരട്ടേണ്ട സൈസിന് കുറച്ചാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനസ്സാക്ഷി മറന്നുപോകുന്ന മനുഷ്യ സമൂഹത്തിന് മുന്നിൽ KKM നാടക സമിതി അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു വെളിച്ചം വിളക്കന്വേഷിക്കുന്നു. ഗാനരചന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, രചന സംവിധാനം BP മൊയ്തീൻ. ബോർഡ് വായിച്ച KKM കേരള കലാമന്ദിർ ഒലക്കേട മൂട്. KKM കൊറ്റാട്ടിൽ കാഞ്ചനമാല. ഓരുടെ പ്രണയത്തിന്റെ സ്മാരക ഈ നാടക സമിതി. കൊറ്റാട്ടിൽ കാഞ്ചനമാലയല്ല, കൊറ്റാട്ടിൽ കാഞ്ചന മൊയ്തീൻ. കൊല്ല ഇത്രയായിട്ടും അനക്ക് ഈ തോന്നിയാസം നിർത്താറായില്ലേ? നിർത്തി വാപ്പ, ഇന്നത്തോടെ നിർത്തി. നാളെ രാവിലെ ഓളെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോവാ. നിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഓളെ കെട്ടാൻ ഞാൻ സമ്മതിക്കൂല. നിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഓളെ തന്നെ കെട്ടും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. അരിപ്പറ്റ മണ്ണിൽ കുട്ടിയസൻ അധികാരിന്റെ മകൾ പാത്തുമ്മ, അന്റെ ഉമ്മ. ഓളെ ഞാൻ നിക്കാതെ കഴിച്ചത് കുടുംബക്കാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ച ശേഷം ചെയ്ത്താന് പറഞ്ഞ് ഈ നാട്ടിൽ ലഹളയുണ്ടാക്കി ഓളെ കൂടെ പൊറപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ അന്റെ മയ്യത്ത ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ഉറപ്പാണ്. എന്റെ വാപ്പയാരാന്ന് എനിക്ക് സംശയമൊന്നുമില്ല. മൊയ്തീന് വാക്കൊന്നേ ഉള്ളൂ. ഹിമാറേ അന്നെ കൊല്ലാണ്ട് വിട്ട 2 കുടുംബങ്ങളാ കുളം തൊണ്ണാൻ പോണേ. എന്നാലും എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചല്ലോടാ ഈ.
കഴിക്കരുത്. ഇത്രയും കാലം ഇതിനകത്ത് കിടന്ന് ജീവച്ചവായിട്ട് ഞാൻ ചത്തളയുന്ന പൊക്കോടെ എന്റെ മുമ്പ്. എനിക്കറിയാം ഞാൻ തന്നെ ജീവിക്കണ ഈ ഉള്ളോണ്ടല്ലേ. അതില്ലാണ്ടപ്പ ഞാൻ സമ്മതിക്കൂല. ഇല്ല മാനു, ഈ പോവൂല. എന്റെ അടുത്തുനിന്ന് എന്നെ കൊണ്ടുപോവാൻ ഒരു ദൈവത്തെ ഞാൻ സമ്മതിക്കൂല. എനിക്ക് എന്റെ മാനുവിനെ വേണം. ഞാൻ മരിക്കൂല. ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് എന്താർത്ഥം? ഒരായുസ് മുഴുവനും അനുഭവിക്കേണ്ടതല്ല ഞാൻ ഈ മുറിക്കുള്ളിൽ കിടന്ന് അനുഭവിച്ചില്ലേ. എന്നിട്ടും ഒരു ദൈവത്തെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെങ്കില് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്ക, എന്റെ പൊന്നു ദൈവങ്ങളെ, എന്റെ മൊയ്തീൻ എനിക്ക് വിട്ടുതരും, സത്യമായി വിട്ടുതരും. എനിക്ക് എന്റെ മനുനൊന്ന് കാണണം. എന്റെ ഉമ്മ, ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ ആരെയും അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ലെന്ന്. നിങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഓന്റെ ജീവനായത് നിങ്ങളുടെ മരുന്നിനേക്കാളും ജീവനുണ്ടീന്. ഇതൊന്ന് കൊടുത്തിട്ട് നമ്മൾ പോയിക്കോളാം. വൈകിക്കണ്ട. ഡോണർ ആരാണ്? എന്നെ കോടതി കൊണ്ടുപോയി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരു ജാമ്യം എടുത്തിട്ട്. ഐ ആം ദ അക്യൂസ്ഡ്. എന്നെ കോടതി ഹാജരാക്കണം. ഈടെ എനിക്ക് ജാമ്യം എടുക്കാൻ ആരും വരാനില്ല. ഉണ്ണിയായി അവിടെ കൊടുക്ക്. അങ്ങെടുക്ക്. ഇതിൽ ഒപ്പിട്. ഒപ്പിട്. അത് ഉണ്ണിയായി ഒപ്പിട്. ഈ ഒപ്പിട്.
എങ്ങോട്ടേക്കാ? തോന്നിയെടുത്തേക്ക്. കണ്ണിൽ പിടിക്കാത്തവരൊക്കെ ഇടങ്കാലിട്ട് വീഴ്ത്തുമ്പോ ഇങ്ങടെ മോന്തായത്ത് കിട്ടുന്ന തന്തോയുണ്ടല്ലോ, അതിന് കൂലി പടച്ചോൻ തരും. ചിലക്കാതെ ഔത്തേക്ക് കയറി പൊയ്ക്കോ, അതാ എനക്ക് നല്ലത്. എനിക്ക് നല്ലത് എനിക്ക് തിരിഞ്ഞുടങ്ങിയനി. ഒരുത്തിന് ഇറച്ചി പാകത്തിന് കൊത്തി നുറുക്കി കിടത്തിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കളിച്ച് സൂയിക്കാണ്. ഓൻ നിങ്ങളെക്കാളും പെരുത്ത് കേളുള്ള ആൺകുട്ടിയാന്ന് തിരിഞ്ഞെന്റെ ബേജാറുണ്ടല്ലോ നിങ്ങൾ കൊല്ലാൻ നോക്കിയേ. ഓനേക്കാൾ വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ പവറും പത്താസ. അതേടി മനുഷ്യന് വലുത് മാനാഭിമാനോ? തേങ്ങാക്കൊല. ജാതി മതം നോക്കാണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ആളല്ലേ. എന്നിട്ട് ഓ മാധവന്റെ മോളെ കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ തീർത്തു തന്നില്ലേ. നിങ്ങളെക്കാളും വലിയ മാനാഭിമാനപ്പം ഞമ്മക്ക്. അതുകൊണ്ട് ഇത് മാത്രം നമ്മൾ ഈ പെരന്ന് കൊണ്ടുപോകുന്നുള്ളൂ. അതും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ പടച്ചോനോട് സുജൂതിയായി. ഇനി അന്റെ കാലി പെരേനെ മിറ്റത്ത് കുത്തിരുത് പൊയ്ക്കോ. അല്ലേലും നമ്മളില്ല ഈ സൈത്താന്റെ മുറ്റത്തേക്ക്. ഇനി നിങ്ങൾ ഇവിടെ മുക്കത്തെ സുൽത്താനായിട്ട് ഒറ്റയ്ക്ക് കൂടിക്കൊള്ളി. പക്ഷെങ്കിലേ എന്നെങ്കിലും പടച്ചോ നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. ആ പൂഴിമണ്ണ് കൂട്ടിപ്പിടിച്ചെന്നെ വെച്ചിരുന്നു. എന്തോരം പാടുപെട്ടു ഞാനൊന്ന് വിരിയിക്കാൻ. കാഞ്ചനയുടെ കാൽപാദം പതിഞ്ഞ മണ്ണാത്. വിടുവോ മൂപ്പര്? മൊയ്തീനെ, ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഉച്ചയ്ക്ക് പോവാം. ഇത്രയും വേഗം സുഖമൊന്നും ഞാൻ കരുതിയില്ല. ഡോക്ടർമാരുടെ മരുന്നും മന്ത്രം കൊണ്ട് തിരിച്ചിട്ടേയല്ല. ഓള് രാവും പകലും പടച്ചോന് തേടിയിട്ടാ എൻ്റെ റൂഹ് ഈടെ തന്നെ നിൽക്കണത്. ആ റൂഹ് ഈ ഓക്കനെ തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ആരെയാടാ ഈ കാക്കണത്? ഇറക്കിക്കൊണ്ടാടാ അരിപ്പറ്റ മണ്ണില് ഞമ്മക്കൊണ്ടൊരു പര. ശരിയാ, ഇതാ പറ്റിയ അവസരം. കാഞ്ചനയുടെ എല്ലാ സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞു. രാമേന്ദ്രനാണെങ്കിൽ കോയമ്പത്തൂർ. ഇങ്ങള് പോയി ഇറക്കിക്കൊണ്ട് വാ മാനിക്കാക്ക. എന്റെ ഉമ്മ നിങ്ങളുടെ പച്ചക്കൊടിയും കണ്ട് ഞാൻ ഓളയും കൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന നമ്മള് രണ്ടാളും പട്ടിണിയാവോ? ഓടാടുന്ന് പോയോളെ വിളിച്ചിറക്ക്. എന്നിട്ട് മതി എൻ്റെ തമാശ. എന്തായ മാനെ, വല്ലവരും തൂക്കിക്കൊല്ലാൻ വിളിച്ച? അറിഞ്ഞില്ലേ, മാജിസ്ട്രേറ്റ് അജിതെ കോടതി വെറുതെ വിട്ടു. സുൽത്താനെ, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ കേസ് കുഴയും. സുൽത്താൻ കുത്തിയിട്ടില്ല. അന്റെ നാവിന്റെ ബലം കൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തു. ആ ഹിമാറിന്റെ മുമ്പിൽ ഞാൻ തല താഴ്ത്തൂല. കണ്ണൂർ ജയില് ആണുങ്ങൾക്കുള്ളതാ. മുക്കം സുൽത്താൻ എന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന വലിയമ്പലപ്പൊറ്റാട്ട് ഉണ്ണിമോയിൻ സാഹിബ് എന്ന ഈ നിൽക്കുന്ന പ്രതി, അതായത് എന്റെ കക്ഷിയായ BP മൊയ്തീന്റെ പിതാവ്. നിങ്ങൾ പലതവണ എന്റെ കക്ഷിയായ BP മൊയ്തീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്, പലതവണ. ഒരിക്കൽ നിങ്ങൾ നിശ്ചയിച്ച വിവാഹത്തിന് വിസമ്മതിച്ച മകനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ? I object, Your Honor. This is unrelated to this case. യുവർ ഓണർ, എന്റെ കക്ഷിയോട് പ്രതിക്ക് മുൻവൈരാഗ്യമുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാനുള്ളത്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. പറയൂ, നിങ്ങൾ മകന്റെ നെഞ്ചിൽ നായാട്ടിന് ഉപയോഗിക്കുന്ന ഡബിൾ ബാരൽ ഗൺ ചൂണ്ടി കൊല്ലാൻ ശ്രമിച്ചില്ലേ എന്നാണ് എന്റെ ചോദ്യം. തോക്കു ചൂണ്ടി, പക്ഷേ പൊട്ടിച്ചില്ല. തന്നേക്കാൾ വളർന്നാൽ വെട്ടി എറിഞ്ഞു കളയും എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ? അത് മുക്കം കവലയിൽ വെച്ച് പരസ്യമായി. യുവർ ഓണർ, ഐ ഒബ്ജക്ട്. ഈ കേസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. പറയൂ,
നിങ്ങൾ പരസ്യമായി വധഭീഷണി മുഴക്കിയില്ലേ? സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളെ നാട്ടുകാർ നോക്കി നിൽക്കി അപവാദം പറഞ്ഞ ആരായാലും പ്രതികരിക്കും, അല്ലാതെ ഭീഷണി മുഴക്കിയതൊന്നുമല്ല. അപ്പൊ വാപ്പയും മകനും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നു? ജൂലൈ 12 കൊടും മഴയത്തല്ലേ നിങ്ങൾ കുത്തേറ്റ് വീണത്? അതെ. മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ആദ്യത്തെ കുത്തേറ്റപ്പോ തന്നെ കൊടലുമാല മുറിഞ്ഞുപോയി. യുവർ ഓണർ, ഭാഗ്യം കൊണ്ടാണ് ഈ യുവാവ് സ്വന്തം പിതാവിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി 1 മാസം ആശുപത്രി കിടക്കേണ്ടി വന്നു. മെഡിക്കൽ റെക്കോർഡുകൾ കോടതി മുമ്പാകെ ഹാജരാക്കുന്നു. ഇത് ആരുടെ കത്തിയാണ്? എന്റെ വാപ്പാന്റെ. യുവർ ഓണർ, ഉണ്ണിമോയിൻ സാഹിബിന്റെ അരയിൽ എപ്പോഴും ഈ കത്തി ഉണ്ടാവും, കാറിൽ തോക്കുമുണ്ടാവും. മിസ്റ്റർ മൊയ്തീൻ, ഈ കത്തി കൊണ്ടല്ലേ പ്രതി നിങ്ങളെ കുത്തിയത്? കുത്തേറ്റു എന്നുള്ള നേരാ, പക്ഷേ അത് കത്തിയുണ്ടൊന്നുമല്ല. ഈ നിൽക്കുന്ന ഉണ്ണിമോയിൻ സാഹിബാണ് നിങ്ങളെ കുത്തിയത്. ആരും കുത്തിയിട്ടില്ല. മിസ്റ്റർ ബി മൊയ്തീൻ, ഇത് കോടതിയാണ്, ശരിക്കും ചിന്തിച്ചു പറ. ഈ കത്തി കൊണ്ടാണ് നിങ്ങളെ സാഹിബ് കുത്തിയത്. ആരും കുത്തിയിട്ടില്ലെന്ന്. പിന്നെ പിന്നെ തനിക്ക് എങ്ങനെ മുറിവേറ്റത്? അത് അന്ന് ജൂലൈ 12 നല്ല മഴയായിരുന്നു. തെയ്യത്തും കടവെന്ന് കടത്തിറങ്ങി ഇടവഴിയിലൂടെ നടന്നു വരുമ്പോഴാ ചെളിവെള്ളത്തിൽ കാല് തന്നെ ഒതുക്കലിന്റെ വശത്തേക്ക് വീണതാണെങ്കിൽ കാഞ്ഞിരത്തിന്റെ കുറ്റീന്റെ മുകളിൽ. വാളിന്റെ മൂർച്ച 3 പ്രാവശ്യം എണീക്കാൻ ശ്രമിച്ചു. 3ാമത്തെ പ്രാവശ്യവും വെച്ച കയ്യെ തെന്നിയതോടെ എന്റെ ബോധം പോയി. ബോധം വന്നപ്പോ ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. അതാ അന്ന് സംഭവിച്ചത്. സാരമില്ല. പ്രതി കുറ്റം ചെയ്തെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്തതിനാൽ വെല്യമ്പ്ര പൊറ്റാട്ട് ഉണ്ണി മൊയ്തീൻ സാഹിബിനെ കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ഈ ഓനെയും കൂട്ടി പുരയിലേക്ക് വരും.
ഉണ്ണിമൊയിൻ സാഹിബ് അന്ന് ആദ്യമായി ഒരാളെ മുന്നിൽ പരാജയപ്പെട്ടു. സ്വന്തം മകന്റെ മുന്നിൽ. ആ രാത്രി ഉറങ്ങാൻ കിടന്ന സാഹിബ് പിന്നെ ഉണർന്നില്ല. ബാപ്പയുടെ മരണശേഷം മൊയ്തീനും ഉമ്മയും വല്യമ്പറ പൊറ്റാട്ടയ്ക്ക് താമസം മാറി. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. മൊയ്തീനും കാഞ്ചനയും പിന്നെയും കാത്തിരുന്നു. ക്രൂരമായി തന്നെ വഞ്ചിച്ചു കൊന്ന കച്ചന്ദ്രന്മാരെ ഞങ്ങള് സിനിമയ്ക്കുണ്ടോ? പോയി കളിക്ക, ആപ്പന് പണിയുണ്ട്. സേതു ഏട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഇവിടെ നമ്മളെ സ്വന്തം തിയേറ്ററിൽ നല്ല സിനിമ വന്നിട്ട് കാണാണ്ടിരിക്കുന്നത് എങ്ങനെയാ? കുട്ടികള് പേടിക്കും. പ്രേത സിനിമയാ. ഞങ്ങക്ക് പേടിയൊന്നുമില്ല. ഈടെ എനിക്ക് ഒരുപാട് പണിയുള്ളതാ. ഏട്ടാ, കുട്ടികളുടെ അച്ഛൻ വന്നാൽ ഞങ്ങൾ നാളെ തന്നെ അങ്ങ് പോകും. ഏട്ടന് കഴിയെങ്കിൽ കൊണ്ടുപോ. എന്റെ സേതു, എനക്കൊന്ന് കൂടെ പോയാലെന്താ? ശരി, എന്നാ വേഗം റെഡിയാ നോക്ക്. മോളെ, എല്ലാരും സിനിമയ്ക്ക് പോണു. അന്നെ കൂടെ വിളിക്കാനാ കുട്ടികൾ വന്നേ. ഞാൻ എങ്ങോട്ടും ഇല്ല. ഇവരൊക്കെ വിരുന്ന് വന്നല്ലേ. ഈ ഒറ്റപ്പെട്ട് നിന്ന് ഓരുടെ സന്തോഷം കെടുത്തണ്ട. എല്ലാവർക്കും അവരവരുടെ സന്തോഷമാണല്ലോ പ്രധാനം. സീതപ്പ കൊണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. കാഞ്ചോളേമ്മയും കൂടി വാ. കുട്ടിയൊക്കെ വേണ്ടിയല്ലേ കാഞ്ചന, ഒന്ന് ഓരുടെ കൂടെ പോ. എപ്പോഴും ഇങ്ങനെ മുറി ചടഞ്ഞിരുന്നാ തന്നെ മനസ്സ് ചത്തുപോകും. ഈ പോണണ്ടാ? കോയമ്പത്തൂർ നേട്ടന്റെ ഫോൺ വരും, അതുകൊണ്ട് ഞാനില്ല. കാഞ്ചോളേമ്മയ്ക്ക് ലിസ കണ്ടാ പേടിയാ? ഇല്ല. നിനക്കോ? ഞാനതിന് കാഞ്ചോളേമ്മന്റെ കൂടെയല്ലേ ഇരിക്ക. അവന്റെ പോക്കണ്ടോ? ഒരു ബോറലാണല്ലോ. നമുക്ക് ആടിരിക്കാം. എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയുന്നത്? നീയാണ് ഈ അലപരാധി ഷാജി അല്ലേ? നീയാണോ ചോദിക്കാൻ? ഇങ്ങോട്ട് മാറി. എന്റെ കാഞ്ചനക്കുട്ടി, ഞാനിവിടെ ഉണ്ട്. എന്റെ തറവാട് വക തിയേറ്റർ സാക്ഷിയാക്കി അനക്കെന്റെ 1000 ചുംബനങ്ങൾ. ഓൻ സേതു അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഓനെ അവിടുന്ന് മാറ്റാൻ ഇതേ ഉള്ളൊരു വഴി. കാഞ്ചനക്കുട്ടി, കാണാൻ കഴിഞ്ഞല്ലോ. അനക്കെങ്ങനെ ഭേദായോ? അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. സേതു ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ഇന്ന് രാത്രി 2 മണിക്ക് ഞാൻ കൊറ്റാട്ടിന്റെ മുന്നിലുള്ള വയലിൽ കാറുമായിട്ട് വരും. ഈ ഇറങ്ങി വരണം. ഞാൻ വരും. ഈ വന്നൊന്നും ഞാൻ അങ്ങനെ അറിയാം. ഞാൻ അവിടെ വന്നിട്ട് 2 പ്രാവശ്യം ലൈറ്റ് ഓൺ ചെയ്യും. എന്നിട്ട് ഉറപ്പിക്കാൻ വേണ്ടി 1 പ്രാവശ്യം കൂടി ലൈറ്റ് ഓൺ ചെയ്യും. ഞാൻ പോവാ, മറക്കണ്ട. ഇന്ന് രാത്രി 2 മണി.
എന്താടാ കോയമ്പത്തൂർ വെച്ചിട്ട് നിക്കല്ലേ ബഹളം ഉണ്ടാക്കല്ലേ ഇരിക്കങ്ങള് കൊട പിടിക്കല്ലേ അത് കാറ്റ് പിടിക്കും. വിട്. ചാടിക്കോ. കൊണ്ടുപോ, പോയി തോണിയിൽ കേട്ട്. ഈ ഓരോ തോണിയിലേക്ക് കേട്ടണം. പ്രശ്നമില്ല.
മൊയ്തീന്റെ വെള്ളാരം കണ്ണിലൊന്ന് ഒരു മീൻ കുത്തിയെടുത്തു. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ആഴങ്ങളിൽ കാഞ്ചനയ്ക്ക് മൊയ്തീനെ നഷ്ടപ്പെട്ടു. മൊയ്തീനുമൊത്ത് ജീവിക്കാൻ കാത്തിരുന്ന കാഞ്ചനയെ തേടിയെത്തിയത് മൊയ്തീന്റെ മരണവാർത്തയായിരുന്നു. മൊയ്തീൻ ഇല്ലാത്ത ലോകത്ത് തനിക്കൊരു ജീവിതം വേണ്ടെന്നുറപ്പിച്ച കാഞ്ചന ആത്മഹത്യക്ക് ശ്രമിച്ചു. മൊയ്തീൻ അവസാനം കുടിച്ചത് ഇരുവഴിഞ്ഞിപ്പുഴയിലെ വെള്ളമാണല്ലോ. അതിലൊരു ഇറുക്ക് വെള്ളം തനിക്ക് കുടിക്കണമെന്നവൾ ആശിച്ചു. ആ വെള്ളം കുടിച്ച് ജീവിതം അവസാനിപ്പിക്കണമെന്നായിരുന്നു കാഞ്ചനയുടെ ഉദ്ദേശം. എന്റെ മരുമോളെ